ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു K2 Cracked. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് PhD 100 K2 സ്റ്റുഡൻസിനുള്ള എഞ്ചിനീയറിംഗ് ഫിസിക്സിൻ്റെ ഓരോ മൊഡ്യൂൾ വൈസുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ്. നമുക്കിപ്പോൾ ലാസ്റ്റ് മിനിറ്റിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കി പഠിക്കുകയാണെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മൊഡ്യൂൾ 1 വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫിസിക്സിൻ്റെ എല്ലാ മൊഡ്യൂൾസിലും മെയിനായിട്ട് 2 ടോപ്പിക്സ് ഉണ്ടാവും. മൊഡ്യൂൾ 1 പ്രധാനപ്പെട്ട 2 ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഓസിലേഷൻ ആൻഡ് വേവ്സ് ആണ്. ഓസിലേഷൻസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാംഡ് ഹാർമോണിക് ഓസിലേഷനും ഫോഴ്സ്ഡ് ഓസിലേഷനും ആണ് അവിടെ മെയിൻ ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ടോപ്പിക്സ് ആണത്. ഇതിൽ തന്നെ ഡാംഡ് ഹാർമോണിക് ഓസിലേഷനാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അതിൻ്റെ 3 കേസസ്, ഓവർ ക്രിട്ടിക്കൽ ആൻഡ് അണ്ടർ കേസസിൻ്റെ ആ ഒരു ഡെറിവേഷനാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. വേവ്സിലേക്ക് വരികയാണെങ്കിൽ വേവ്സിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്സ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. അതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മൊഡ്യൂൾ 2 പോയിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ 2 നമുക്ക് മെയിനായിട്ട് 2 ടോപ്പിക് ഉള്ളത് ഇൻ്റർഫിയറൻസും ഡിഫ്രാക്ഷനുമാണ്. ഇൻ്റർഫിയറൻസിൽ നമുക്ക് വരുന്നത് 3 ടോപ്പിക്സാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡായി കണ്ടിട്ടുള്ളത്. 1 കൊസൈൻ ലോ, 2 ന്യൂട്ടൺസ് റിങ്, 3 എയർ വെഡ്ജ്. ഇതിൽ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ന്യൂട്ടൺസ് റിങ്സ് ആയിരിക്കും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ സാധിക്കും. കാരണം ന്യൂട്ടൺസ് റിങ് ആണ് കുറച്ചുകൂടി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഡിഫ്രാക്ഷനിലേക്ക് വരുവാണെങ്കിൽ മെയിനായിട്ടും ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് ആണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് ഇക്വേഷൻ ആൻഡ് റെയ്ലേസ് ക്രൈറ്റീരിയൻ. ഈ ഒരു ടോപ്പിക്സാണ് മൊഡ്യൂൾ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ മൊഡ്യൂൾ 3 പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 2 ടോപ്പിക് ഉള്ളത് ക്വാണ്ടം മെക്കാനിക്സും നാനോ ടെക്നോളജിയാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓഫ് കോഴ്സ് ഒരു സ്ട്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ടൈം ഡിപ്പെൻഡൻ്റ് ആൻഡ് ടൈം ഇൻഡിപെൻഡൻറ്റ്, അത് 2 ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം, 2 കൂടെ ഒരുമിച്ചും ചോദിക്കാം 10 മാർക്സിനൊക്കെ ആയിട്ട്. അതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആയിട്ട് വരുന്നത്. അതൊരു വലിയ ഡെറിവേഷനാണ്. അതേപോലെ തന്നെ പാർട്ടിക്കിൾ ഇൻ എ വൺ ഡൈമെൻഷണൽ ബോക്സ്, അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ പേപ്പറിൻ്റെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. നാനോ ടെക്നോളജിയിലേക്ക് നോക്കുകയാണെങ്കിൽ അതേപോലെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നത് നാനോ ടെക്നോളജിയാണ്. നാനോ ടെക്നോളജിയിൽ തന്നെ നാനോ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ്, ഒപ്റ്റിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ നാനോ ഷീറ്റ്സ് എന്താണ്, നാനോ വയേഴ്സ് എന്താണ്, ക്വാണ്ടം ഡോട്ട്സ് എന്താണ്, ഇങ്ങനെയുള്ള ഡെഫിനേഷൻസ് ഒക്കെ ചോദിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഈ ഒരു നാനോ ടെക്നോളജി ഒരു എന്താ പറയുക ഡെറിവേഷൻ ഇല്ലാത്ത പാർട്ടാണ്. തിയറി ഇഷ്ടപ്പെടുന്നവർക്ക് നാനോ ടെക്നോളജി ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. മൂവിങ് ഓൺ മൊഡ്യൂൾ 4 നമ്മൾ നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിസം, ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയാണ് വരുന്നത്. അതിൽ തന്നെ മാഗ്നറ്റിസത്തിൽ പാരാ, ഡയ, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ഡിഫറൻസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി, സസെപ്റ്റിബിലിറ്റി, റിലേറ്റീവ് പെർമിയബിലിറ്റി എന്താ, മാഗ്നറ്റൈസേഷൻ എന്താ, അങ്ങനെ ഡെറിവേഷൻസ് പോലെയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലും കൂടുതലായിട്ട് പാരാ, ഡയ, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് കൂടുതലായിട്ട് വന്നു കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ, അതൊരു വലിയ ഡെറിവേഷനാണ്. ആ ഒരു ഡെറിവേഷൻ പോർഷനാണ് മാക്സ്വെൽസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ വെലോസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇൻ ഫ്രീ സ്പേസ്, അത് ഡിറൈവ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യനും ക്വസ്റ്റൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. മൊഡ്യൂൾ 5 പോവുകയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 5 നമുക്ക് പ്രധാനപ്പെട്ട 2 ടോപ്പിക്സാണ് വരുന്നത്. ഒന്ന് സൂപ്പർ കണ്ടക്ടിവിറ്റിയും 2 ഫോട്ടോണിക്സും. സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആയിട്ട് വരുന്നത് ടൈപ്പ് 1, ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതേപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ്, പ്രത്യേകിച്ച് സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ആപ്ലിക്കേഷൻസ്. ഓൾസോ ഡെഫിനേഷൻസ് പോലെ വരാണ്ട് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താണ്, അതുപോലെ ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെയുള്ള ഡെഫിനേഷൻസും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതിൽ തന്നെ ടൈപ്പ് 1, ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിനും അതുപോലെ തന്നെ വലിയ മാർക്കിനും ചോദിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഫോട്ടോണിക്സിലേക്ക് വരികയാണെങ്കിൽ ഏതാണെന്നുണ്ടെങ്കിൽ ന്യൂമറിക്കൽ അപ്പേർച്ചറാണ് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആയിട്ട് കണ്ടിട്ടുള്ളത്. ന്യൂമറിക്കൽ അപ്പേർച്ചറിൽ ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ ഒരു പ്രോബ്ലം, അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ആണ് രണ്ടാമത്തെ ഒരു ടോപ്പിക്കായിട്ട് വരുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ക്ലാസിഫിക്കേഷൻ, സ്റ്റെപ്പ് ഇൻഡെക്സ്, ഗ്രേഡഡ് ഇൻഡെക്സ്, ആ ഒരു ടോപ്പിക്ക്. അതേപോലെ തന്നെ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻസും, ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് അവിടെ ഒരു ബ്ലോക്ക് ഡയഗ്രാം, അതിൻ്റെ ആപ്ലിക്കേഷൻസും പറയുന്ന ഒരു പോർഷനുണ്ട്. ആ ഒരു പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് ഓരോ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഈ ഒരു ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു 90% നമുക്ക് പാസ്സാകാനുള്ള മാർക്ക് കിട്ടുന്നതായിരിക്കും ഇതിൽ തന്നെ. ഇത്രയും ടോപ്പിക്സ് നമ്മൾ അത്യാവശ്യം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു 90% പാസ് മാർക്ക് നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് പഠിക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള റിസോഴ്സസ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നോട്ട്സ്, അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.